ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെയും LJPയുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നമ്മുടെ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയായിരുന്നു കേട്ടോ ഇറങ്ങിയത്. ഇന്നലെ രാത്രി ഐ തിങ്ക് 6-7 മണിക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പം എന്താ നിങ്ങളുടെ കൂടെയാണ് കാണാൻ പോകുന്നത്. കാരണം ഇന്നലെ എനിക്ക് ട്രെയിലർ ഇന്നലെ ഇറങ്ങുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിട്ടേ പോയായിരുന്നു അങ്ങനെ സംഭവം. അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പോണ്ട് ഇതേ ട്രെയിലർ കിടക്കുന്നു. ഇത് എന്താ പറയാ, 3 hours ബിഫോർ എന്നൊക്കെ പറയാം, എഗോ എന്ന് പറഞ്ഞാൽ കിടക്കുമ്പോഴാണ് ഞാൻ ഓർക്കണത് ശരിയാണല്ലോ ദൈവമേ ട്രെയിലർ ഇറങ്ങിയാലോ എന്ന്. കാരണം 3 അടിപൊളി സിനിമകളാണ് ഇറങ്ങാൻ പോകുന്നത്. ലൈക്ക് എപ്പിക് ആയിട്ടുള്ള നമ്മുടെ ബ്രഹ്മയുഗം, മലൈക്കോട്ടെ വാലിബനും നമ്മുടെ ആട് ജീവിതം. ഈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക് ആയിട്ടുള്ള 3 കിടിലൻ സിനിമകളായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കാണെങ്കിലും പേഴ്സണലി തോന്നുന്നത്. അപ്പൊ ആടുജീവിതത്തിന്റെ ആണെങ്കിലും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ബ്രഹ്മയോഗത്തിന്റെ അടുത്താണെങ്കിലും ഈ അടുത്ത് നമ്മൾ കണ്ടു. ഇതാ നമ്മുടെ ഫൈനൽ നമ്മുടെ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ ഇറങ്ങിയേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവോ, ട്രെയിലർ കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഇതാണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് എന്തൊരു ഇന്റലക്ച്വൽ ആയിട്ട് ലെവലിലാണ് എടുത്തേക്കണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഫിലിം മേക്കർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും കാണാം, ട്രെയിലർ കാണാം. ഹെയർ സ്റ്റൈൽ നോക്കിയേ. എനിക്ക് ചോര, കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. എന്താ വന്ന് ഓ മൈ ഗോഡ്, ഇത് ഇവര് തന്നെയാണോ ഈ എന്റെ അമ്മേ. ചില സീൻ ഓ വന്നു. എവിടെ മുഖം എന്താ കാണിക്കാത്ത ഇതാ വന്ന് കഴിഞ്ഞ മോഹൻലാൽസ് അവതാരം. മലൈക്കോട്ടെ വാലിബൻ. January ആണ് ഈ സിനിമ ഇറങ്ങുന്നത്. 25 January എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വരുന്ന അടുത്ത ഫ്രൈഡേ, ഈ കഴിഞ്ഞ അടുത്ത ഫ്രൈഡേ ആണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ ചില ഫോർമേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ സഞ്ജയ് ലീല ബൻസാലിയുടെ മൂവീസിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭയങ്കര ആഡംബരകരമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാവില്ല. എനിക്ക് അങ്ങനത്തെ ഫോർമേഷൻസ് ഒക്കെയാണ് തോന്നിയത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ, പെട്ടെന്നൊരു നോട്ടത്തിൽ കണ്ട സമയത്ത്. എന്തായാലും 25 ഇറങ്ങും. പിന്നെയാണ് എനിക്ക് പൊതുവേ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഹിസ്റ്റോറിക്കൽ മൂവീസ് അല്ലെങ്കിൽ അങ്ങനെ ഫുൾ വെടിവെപ്പ്, ലൈക്ക് ഇംഗ്ലീഷ് ആൾക്കാർ വന്ന് നമ്മളെ കൊല്ലുന്നു, നമ്മൾ അവരുടെ സ്ലേവ് ആയിരിക്കുന്നു, അങ്ങനത്തെ കഥകൾ എനിക്ക് പേഴ്സണലി പൊതുവെ കുറച്ച് ഇഷ്ടം കുറവാണ്. കാരണം എനിക്ക് ഭയങ്കര ടയറിങ് ആയി എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് പേഴ്സണലി. കാരണം നമുക്ക് അറിയുന്നതാണല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഇവര് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് അങ്ങനത്തെ രീതിയിലൊക്കെ എനിക്ക് അത്ര ഇതല്ല കാണാൻ, എനിക്ക് അത്ര പ്രോണല്ല. അപ്പൊ ഇതെനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ഇവരെന്താണ് ഉദ്ദേശിക്കണത്, എങ്ങനെയാണ് സ്റ്റോറി ലൈൻ. ഞാൻ ബുക്ക് മൈ ഷോയിലെ സ്റ്റോറി ലൈൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ലൈൻ വായിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്, പക്ഷെ അത് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ലാലേട്ടന്റെ
ഒരു കംബാക്ക്, നേരെ ഒരു കംബാക്ക് ആയിരുന്നു. പക്ഷെ വേറെ ഒരു മാസീവ് ആയിട്ടുള്ള കംബാക്ക് എന്ന് പറയുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. അപ്പൊ അത് ഇറങ്ങട്ടെ. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി അടുത്തതുണ്ടാവും ലാലേട്ടനെ പറ്റിയിട്ടുള്ള നമ്മുടെ ജയ് വിളികളെല്ലാം ഉടനെ വരുന്നതായിരിക്കും. ഇതിന്റെ ഫാൻ ഷോ ഒക്കെ എപ്പോഴേ ടിക്കറ്റ് തുടങ്ങിയെന്ന് അറിയാം. രാവിലെ 6:30 ഷോ ഉണ്ട്. പക്ഷെ ബാംഗ്ലൂരിൽ ഇതിന്റെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഫാൻ ഷോ കാണും. രാവിലെ 6:30 തന്നെ ഫാൻ ഷോ കാണും. നാട്ടിലൊക്കെ ഞാൻ കണ്ടു, കൊച്ചിയിലൊക്കെ എത്രയോ മണിക്കൊക്കെയാണ് രാവിലെ തുടങ്ങണത്. ഫാൻ ഷോ ഒക്കെ പൊളിയായിരിക്കും. അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിനിമ ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരും കണ്ടതിന് ശേഷം ഇതിന്റെ അഭിപ്രായം പറയാം. അപ്പം see you in the next video. Tata bye bye. Lalatan ki jai.